عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن أبي موسى الأشعري رضي الله عنه أنه قال النبي صلى الله عليه وسلم: على كل مسلم صدقة. قالوا فإن لم يجد قال فيعمل بيديه فينفع نفسه ويتصدق. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിങ്ങൾക്ക് മേലിലും വിശ്വാസികൾക്ക് മേലിലും നിർബന്ധമാണ്, ബാധ്യതയാണ് സ്വതക്ക, അവര് സ്വതക്ക നൽകൽ. ഓരോ വിശ്വാസിയും സ്വതക്ക നൽകണം, ധർമ്മം ചെയ്യണം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ഫഇല്ലം യജിദ്, അയാള് സ്വതക്ക ചെയ്യാൻ ആവശ്യമായത് എത്തിച്ചില്ലെങ്കിലോ നബി, അയാൾക്ക് സ്വതക്ക ചെയ്യാൻ ഒന്നും കിട്ടിയില്ല എന്നാലോ? ഖാല, അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയഅമലു ബിയദിഹി, അപ്പോൾ അവൻ തന്റെ കൈ കൊണ്ട് ജോലിയെടുക്കണം. അങ്ങനെ ഫയൻഫഉ നഫ്സഹു, അവൻ സ്വന്തത്തിന് ഉപകാരം ചെയ്യും, വയതസ്വദ്ദഖു, അവൻ സ്വതക്കയും ചെയ്യും. ജോലിയെടുത്താൽ സ്വന്തം ആവശ്യവും നടന്നു പോകും, അതുപോലെ മറ്റുള്ളവർക്ക് സ്വതക്ക ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ജോലിയെടുത്ത് സമ്പാദിച്ച് സ്വതക്ക ചെയ്യണം എന്ന് പറഞ്ഞു. ഖാലു, അപ്പൊ സ്വഹാബത്തിന്റെ ചോദ്യം, ഫഇല്ലം യസ്തതി, അയാൾക്കതിന് കഴിഞ്ഞില്ലെങ്കിലോ നബി, അങ്ങനെ ജോലിയെടുത്ത് സമ്പാദിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല, അപ്പോഴല്ലേ സ്വതക്ക കൊടുക്കാൻ പറ്റുള്ളൂ. ഔലം യഫ്അൽ, അതല്ലെങ്കിൽ അയാളത് ചെയ്തില്ല, എന്നാ എന്താ ചെയ്യാ? സ്വതക്ക നിങ്ങൾ കൊടുക്കണം എന്നും പറഞ്ഞല്ലോ. ഖാല, അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയുഈനു ദൽ ഹാജത്തിൽ മൽഹൂഫ, അപ്പോൾ ഫയുഈനു, അവൻ സഹായിക്കണം. ആരെ? ദൽ ഹാജ, ആവശ്യമുடைய ആളെ, ആവശ്യക്കാരെ. അൽ മൽഹൂഫ, സഹായം തേടുന്ന, ദുഃഖിതനായ, പ്രയാസപ്പെടുന്ന, വേദനിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരെ സഹായിക്കുക, അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അത് നിവർത്തിച്ചു കൊടുക്കുക, അതിന്റെ ഭാഗമാകുക, അതിൽ ഇടപെടാൻ പറ്റുന്ന രീതിയിലൊക്കെ മാന്യമായി ഇടപെടുക, അതൊരു സ്വതക്കയാണ്. ഖാലു, അപ്പൊ അവര് ചോദിച്ചു, ഫഇല്ലം യഫഅൽ, അയാൾ അതും ചെയ്തില്ലെങ്കിലോ തങ്ങളെ? ഖാല, അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയഅ്മുറു ബിൽ ഖൈരി, എങ്കിൽ അയാൾ നന്മ കൊണ്ട് കൽപ്പിക്കട്ടെ, നല്ല കാര്യം ജനങ്ങളോട് നിർദ്ദേശിക്കട്ടെ, നന്മ കൽപ്പിക്കട്ടെ. അതല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅറൂഫ് എന്നാ പറഞ്ഞത്, അതായത് നല്ല കാര്യങ്ങളെ കൊണ്ട് ജനങ്ങളോട് കൽപ്പിക്കട്ടെ. അപ്പൊ സ്വഹാബത്തിന്റെ ചോദ്യം, ഫഇല്ലം യഫ്അൽ, അയാൾ അതും ചെയ്യുന്നില്ലെങ്കിലോ, നല്ലതും അയാൾ പറയുന്നില്ല, എന്നാൽ ഫയുംസികു അനിശ്ശരി, അവൻ ഷെറിനെ തൊട്ട്, നാശത്തെ തൊട്ട് എന്ത് ചെയ്യട്ടെ? പിടിച്ചു വെക്കട്ടെ, മാറി നിൽക്കട്ടെ, അവനെ തന്നെ പിടിച്ചു നിർത്തട്ടെ, അവൻ വഴി ഒരാൾക്കും ഒരു പ്രയാസവും ഉണ്ടാകരുത്, ആ രീതിയിൽ അവൻ ജീവിക്കട്ടെ. എന്നാൽ ഫഇന്നഹു ലഹു സ്വതഖ, തീർച്ചയായും അത് അവനുള്ള സ്വതക്കയായിട്ട് രേഖപ്പെടുത്തപ്പെടും. ഏതായാലും ഓരോ വിശ്വാസിയും സ്വതക്ക നൽകണം. ആ സ്വതക്ക, ഈ പറഞ്ഞ ക്രമം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നായിട്ട് ഇങ്ങനെ എണ്ണുകയാണ്. ലാസ്റ്റ് പറഞ്ഞ എന്താ? ഒന്നുമില്ല എങ്കിൽ എന്തെങ്കിലും ചെയ്യുക, നമ്മൾ വഴി മറ്റുള്ള ഒരാൾക്കും ഉപദ്രവം ഉണ്ടാകരുത് എന്ന ഒരു നിർബന്ധം നമുക്കുണ്ടാവണം എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹദീസിന്റെ പൊരുൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.